ഞങ്ങളുടെ ട്രാവൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്ന അമ്മയുടെ പേര്? എന്റെ പേര് രാമപ്രഭ. ഞാൻ മാതാ ശിവാനിജി. ഇത് രാധാമണി, തന്നെ റാണി. വി ഓൾ ഫ്രം ഇന്ത്യ. അമ്മ, ആ സന്യാസിനിയുടെ പേര്? വൈശാലി. നാടോ? ബംഗാളിയാ. ബംഗാളിയാ? അല്ല, മലയാളം അറിയില്ലേ? നിനക്ക് ബംഗാളി അറിയൂ? എനിക്കറിയില്ല. അതുപോലെ അവൾക്ക് മലയാളവും അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറയണമെങ്കിലോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. വരട്ടെ. ബൈ. മറ്റുള്ളവരൊക്കെ ഓക്കെ, പക്ഷെ അവളെ കണ്ട സന്യാസിനിയാണെന്ന് പറയില്ല. കാര്യം സന്യാസിനിയാണെങ്കിലും കൊള്ളാം. ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു. ചെയ്തോളൂ ചെയ്തോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. ശിവാനി, അയാളോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ബൈ മാഡം. നീ നടക്ക്, നടക്ക്. എന്തിനു നോക്കണത്? വയലെ നോക്കി നടക്കും, എല്ലായിടത്തും തട്ടി വീഴും. അവനുടെ രൂപം പീടാ കാണാൻ മോശമൊന്നുമില്ല, ഒരു ആവറേജ്. ഞാൻ കേട്ടത് അവനുടെ അഴകിനെ പറ്റി അല്ലടാ. നല്ല ഹൈറ്റ് ആർക്കാനാ? എവിടുന്ന്? അണ്ണന്റെ അത്രയൊന്നും ഇല്ല സാർ, ഒരു ആവറേജ് ഹൈറ്റാ. നല്ല ബോഡി ഉണ്ടായിരുന്നോ? ഓ, അത്ര വലിയ ബോഡിയൊന്നുമല്ല, അതും ആവറേജ്. ആവറേജ് ഉള്ള ഒരുത്തെ അടിച്ചിട്ടാണോടാ കോമായിൽ കിടക്കുന്നത്? നിന്നെയൊക്കെ കൊണ്ട് എതുക്കടാ കൊള്ളാം. അവൻ ആവറേജ് കിടയാ. We have checked him again. His condition is still serious. ഇനി 24 hours കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ. இதுக்கு இந்த மாதிரி நியூஸ் நீ சொன்னா நான் என்ன பண்ணுவேன்னு எனக்கே தெரியாது. മനസ്സിലായോ? I can understand your language, but I can't understand what you are saying. Anyway, don't worry. We will take care of him. ஓய் ஓய் போலீஸ்காரா, பாரு, இந்த மாதிரி சும்மா வந்து பார்த்துட்டு நின்ன முடியாது. അങ്ങനത്തെ നോട്ടം അല്ലടാ. என் கண்ணனை அடிச்ச நாய புடி. എന്റെ മോനെ അടിച്ചവനെ പിടി. அவனை கொண்டு வா. അവനെ കൊണ്ടുവാ. போயா പോ. പോടാ പോ. എന്റെ അമ്മയെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇവരെ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തമിഴ് നല്ലോണം പഠിച്ചെടുക്കണം. ഈ ലോകത്തിൽ നമുക്ക് എത്രയോ ബന്ധങ്ങളുണ്ട്. അമ്മ, അച്ഛൻ, ജ്യേഷ്ഠൻ, അനുജത്തി, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് റിലേഷൻസ്. അതിലെല്ലാറ്റിലും വീക്കസ്റ്റ് റിലേഷൻ, ബലഹീനമായ ബന്ധം ഹസ്ബൻഡും വൈഫുമായിട്ടുള്ളതാണ്. അത് ബലഹീനമായതുകൊണ്ടാണ് വിവാഹമോചനവും ഉണ്ടാവുന്നത്. രാമായണ കാറ്റേ മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. എന്ത് ചെയ്യാ ചേച്ചി? ഇല കഴുക. എന്തിനാ? കറി വെക്കാൻ തന്നെ. ഞങ്ങൾ ഇതാ കഴിക്കുന്നത്. ഇലകള്, പഴങ്ങള്, കിഴങ്ങ്. അപ്പൊ ചിക്കനും മട്ടനും ഒന്നും? അത് ഓർമ്മിക്കരുത്. എന്താ? എനിക്ക് സങ്കടം വരും കേട്ടോ. ഇതിനു മുൻപ് ഞാൻ വാങ്ങി നോൺ വെജ്. നാണില്ലാതെ ഒരു വറ്റ് താഴോട്ട് ഇറങ്ങില്ല. ഇവിടെ വന്നതിന് ശേഷം പ്യാർ വെജ്. അയ്യോ പാവം. അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തിനാ പിന്നെ സന്യാസിനാവാൻ പോയത്? എന്റെ കെട്ടിയവനോട് ഒരു ഒരു ഒരേ ഒരു കാഞ്ചീപുരം പട്ട് സാരി ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അതാ ഈ ചെറിയ കാര്യത്തിനോ? ഇത് ചെറിയ കാര്യമൊന്നല്ല ചേർക്ക, വലിയ കാര്യമാ. എന്താ കുട്ടി ഇത്? നോക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെ നോക്കിക്കൂടെ? അയ്യോ മാതാജി, അങ്ങനെയൊന്നുമല്ല. അവരേതോ നോർമൽ ഡ്രസ് വാഷ് ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ ഒന്ന് കാഷ്വൽ ആയിട്ട് നോക്കിയെന്നേ ഉള്ളൂ. നിനക്ക് എന്തൊക്കെ ഉദ്ദേശം ഉണ്ടെന്ന് അറിയാം. അയ്യോ എന്റെ അമ്മേ, എന്താ മേഡം ഈ പറയുന്നത്? നിങ്ങളുടെ ഈ ആശ്രമമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യലെന്ന് വെച്ച് വന്നാ? വേഗം ഷൂട്ട് ചെയ്യ്. മാതാജി പെർമിഷൻ തന്നെ വലിയ കാര്യമാ. നല്ല നല്ല ഷോട്ട്സ് എടുക്കണേ. അടിപൊളി ആശ്രമമാ. അങ്ങോട്ട് നോക്കാതെടാ, നീ എന്നെ നോക്ക്. കണ്ടു മാതാജി, നല്ലപോലെ കണ്ടു. ആശ്രമത്തിൽ ആണുങ്ങൾ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആണെന്ത് പെണ്ണെന്ത്, നിന്നിലും ആത്മാവുണ്ട്, എന്നിലും ആത്മാവുണ്ട്, മുകളിൽ സാക്ഷാൽ പരമാത്മാവും. വേദാന്തം പറഞ്ഞ് നീ എന്നെ കയ്യിലെടുക്കാൻ നോക്കണ്ട. വേലത്തര ഒരുപാട് കയ്യിലുണ്ടല്ലേ. സോറി മാഡം, വേഗം ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോളാം. ശരി ശരി. ഓക്കെ. പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്യോ? അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്നുള്ളൂന്നേ.
ഏയ് എന്താ എഴുന്നേറ്റത്? ഏയ് നിക്ക്. കണ്ടില്ലേ, ഞാൻ അടുത്തു വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്? വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കേ ഇരിക്കേ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെയുണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്? അതൊരു സന്യാസിനിയായിട്ട്. എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ ടിവിയിൽ പ്രോഗ്രാം ഡയറക്ടറാ. മാസം 24,000 രൂപ ശമ്പളം. എന്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാ. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛന്റെ ശമ്പളം മുഴുവൻ നിനക്കാ. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ വിളി, എത്തിന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും. എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ. ബാലഗോപാലിനെ தெரியுமா? അറിയാം സാർ. ഫ്രണ്ടാ? അതെ സാർ. അവനുടെ നമ്പർ இருக்கா? ഉണ്ട് സാർ. ഇതിലുണ്ടോ? ഉണ്ട്. ഇത് ബാലഗോപാലിന്റെ നമ്പറാ? അതെ സാർ. ഉங்கிட்ட ഫോൺ இருக்கா? എടേ, ഇത് നോക്കി இந்த നമ്പറിലേക്ക് സെയ്. ഹേയ്, സ്പീക്കർ ഓൺ ചെയ്. നോക്കിയിരിക്കാം, നമുക്ക് കളിക്കാം. ഹലോ ചന്ദ്രമോഹൻ സാർ. എന്റെ പൈസയുടെ കാര്യം എന്താടാ? എനിക്ക് വരെ ആവശ്യമുള്ളതാ. പൈസയുടെ കാര്യമോ? ഏത് പൈസയുടെ കാര്യ? ഏത് പൈസയെന്നോ മറന്നുപോയോ? വാങ്ങിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. തരാൻ മനസ്സില്ല. എന്ത് ചെയ്യുന്നു? ബോസിനോട് പറഞ്ഞ് നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യിക്കും. ഇത് നിങ്ങൾ ബോസിനോട് എങ്ങനെ പറഞ്ഞാൽ മാ ടിവിയിലെ ജോലി രാജിവെക്കും ഞാൻ. എവിടെ ഉണ്ടെന്ന് ചോദിക്കാനാണോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തന്നോട് അതൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഫോൺ വെക്കണം. എടാ തമ്പി ബാലഗോപാല്, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഉന്റെ അച്ഛന്റെ ഫ്രണ്ടാപ്പാ. നിന്റെ വീട്ടുക്ക് പോകാൻ അഡ്രസ് കൊടുപ്പാ. എഴുതിക്കോ അപ്പാ. ചൊല്ലപ്പാ. 4th Avenue, 4th Avenue, 59 Santa Cargo, New Jersey, United States of America. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്റെ ഫാദറുടെ വൈറ്റ് ഹൗസിലുണ്ട്. വേഗം പോയി കണ്ടോ. ஏய் அப்பா அமெரிக்கா அம்மா ஆஸ்திரேலியா யாருக்கு வேணுதலா? அந்த குத்தா அந்த நாய் எனக்கு வேணும். போடா, போன் கம்பெனில போய் அட்ரஸ் வாங்கிட்டு வா. விட மாட்டேன். மாறு. டேய் வாங்கடா. ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടടാ? പ്രേമാതുരാനാം ന രാത്രി ന പകൽ എന്ന് വെച്ചാ പ്രേമത്തിന് രാത്രി പകലും ഒന്നും ഇല്ലെന്ന്. ഓ, ഇവന്റെ ആരും പോക്കാം. നമുക്ക് കിടക്കാം. എടോ, താൻ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ പട്ട് സാരി? തന്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? തന്റെ ചേട്ടത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി തന്റെ തള്ളയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഞാൻ തനിക്ക് അന്യായി പോയോ? ഞാൻ ഇനി എന്തൊരു കുതത്തിന് തന്നോട് ജീവിക്കുന്നേ? എന്തിനാ ഈ ആ സമയത്ത് ഇവിടെ വന്നത്? മാതാജി, തുറന്നു പറയാലോ, ഉറക്കത്തില് വൈശാലി ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല.
ഒരുപക്ഷെ അവളും എന്നെ പോലെ ഉറക്കം വരാതെ കിടക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്നാൽ ആശ്രമം അർദ്ധരാത്രി ഉറക്കത്തിൽ ചിലർ പേഴ്സണൽ കാര്യങ്ങളും പറയുന്നു. ഞാൻ ചെയ്തത് ശരിയല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ചു പോവാ. നിന്നെ കാണുമ്പോ എന്റെ മകനെ ഓർമ്മ വരിക. ഈ പ്രായത്തിൽ എല്ലാവരും എങ്ങനെയാ. ഇവിടുന്ന് തിരിച്ചു പോയാൽ നീ അവളെ മറന്നുകൊള്ളും. ആ സമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയാതെ പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. കള്ളത്തെമ്മാടി പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ. മുരുകേശ, என்னப்பா முருகேசா, என் பேச்ச கேளு. ஆப்பிள் சாப்பிடு. பசியில உனக்கு? ഉണ്ട്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ആദ്യം ബാലഗോപാലിനെ കെട്ടിക്കോട്ടെ. കെട്ടിയാലോട് ചോദിക്ക്. ദാ നിൽക്കുന്ന കണ്ടില്ലേ? നാണമില്ല, നിങ്ങൾ തന്നെ ചോദിക്ക്. ஏய், எங்கடா அவன்? எங்க இருக்கான் அவன்? போன் போட்டு தான் சீக்கிரம் போன் போடு. எங்க இருக்கான்? கூட எங்கடா இருக்க நாயே? சொல்லுடா. നിങ്ങൾ ആരാ? ഭയങ്കര സ്പീഡിലാണല്ലോ സംസാരിക്കുന്നത്. ஆண்டாள் ஆண்டாள்டா, நான் முருகேசனோட தாய்டா. ഓഹോ, നിങ്ങളും കോമയിൽ കിടക്കേണ്ട തള്ള തന്നെയാ. என்ன தைரியம் உனக்கு? என்ன தள்ளுவ நீ? ഏയ് ഏയ്, എന്താ എന്താ നീ പറഞ്ഞത്? ഏയ്, ഇനി ഞാൻ നിന്റെ അമ്മയുടെ നാക്ക് അങ്ങ് വെട്ടിയാലെന്ന് ആലോചിക്കുക. ദാ, വാടാ, വാടാ, വാടാ. എവിടെയാ വരേണ്ടത് പറയണം. വാടാ. अरे साले किधर है साले? कुत्ते के बच्चे बोल 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 किधर है बोल? ഇതെന്താ സ്വാതന്ത്ര്യ സമരം പറയാടോ? പൊന്നു പൊന്നു സാമിടാ. സ്വാമി, ഒരു കാര്യം ചെയ്, ഞാൻ സൂക്കേട് മാറ്റി തരാം. ബാൻഡേജ് എടുത്ത് വീട്ടിൽ ചെന്ന് വായിലൊട്ടി ചൊന്ന് കിടന്നെങ്കിൽ ഉറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്റെ കൈക്ക് ജോലിയാവും. டேய் 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 அட்ரஸ் அட்ரஸ் சொல்லப்பா. അഡ്രസ് ഇല്ലടാ അപ്പാ. നീ ഫോൺ വെക്കടാ. டேய் വെക്കടാ. അത് അവളല്ലേ? അമ്മാവാ. എന്താ? അവളെ കാണാൻ എങ്ങനെയാന്ന് പറഞ്ഞേ? രുദ്രാക്ഷത്തിൽ ഏകമുഖി രുദ്രാക്ഷം പോലെ അതിനെ പവിത്രമായ ഗംഗാജലത്തിൽ മുക്കി പാലിൽ കഴുകി വീണ്ടും ഗംഗാജലത്തിൽ മുക്കിയെടുത്താൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ. എനിക്ക് എങ്ങനെയാ തോന്നുന്നറിയോ? എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അതിന് ഞാനൊന്നും ചെയ്തില്ല. നീ എന്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ I just kill you. ഓഹോ, നല്ലോണം ദേഷ്യം വരുന്നുണ്ടല്ലോ. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടല്ലേ? എന്നെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? Yes, yes, I will kill you. ഇതൊന്നും സന്യാസികൾക്ക് ചേർന്ന കാര്യങ്ങളേ അല്ല. ശരിക്കും നീ ഒരു സന്യാസിനിയല്ല. നിനക്ക് ഇതുപോലെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. എല്ലാം നീ മറച്ചു വെക്കുക. ഒരിക്കൽ നീ അവിടെ വെച്ച് കരഞ്ഞു. ഇന്ന് നീ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ നിന്റെ ഉള്ളിൽ പ്രേമമുണ്ട്. അതങ്ങ് സമ്മതിച്ചൂടെ? എന്തിനായി മുഖംമൂടി? ആരെ കാണിക്കാനാ? അമ്മ എന്താ പറ്റിയ? തള്ളിയിട്ട് കൊല്ലാൻ നോക്കിട്ട് എന്ത് പറ്റിയെന്നോ? ഈ സോറി മറ്റൊരു ഫീലിങ്സാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിക്കോ, ഇല്ലെങ്കിൽ നീ കെട്ടണ്ട. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നീ സ്നേഹിക്കുന്നുണ്ട് എന്നാ ഞാൻ കെട്ടാൻ സമ്മതിക്കില്ല. അമ്മേ, എന്തൊരു അടിയാത്! എന്റെ അമ്മോ, വയലന്റ് ആവണ്ട, കെട്ടിക്കോ. ഏയ്, എന്തിനാ നീ കരയുന്നത്? ഇത് വെറും മണ്ണല്ലേ. ഈ ബ്ലഡ് പോലും വെള്ളത്തിൽ അലിഞ്ഞു പോണ്ടല്ലേ. ഇതൊക്കെ നീ പറഞ്ഞ പോയിന്റ്സാ. നിനക്ക് നന്നായിട്ട് അറിയാം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നാളെ തിരിച്ചു പോകും. നിനക്ക് വേണ്ടി സൈലന്റ് വാലിയിൽ 10 മണി വരെ വെയിറ്റ് ചെയ്യും. വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇനി ഞാനത് പറയില്ല. ആലോചിക്കേ. നീ കരുതുന്ന പോലെ ഞാൻ അത്ര തെമ്മാടിയൊന്നുമല്ല. നല്ല കുറെ ക്വാളിറ്റീസ് എന്നിലും ഉണ്ട്. ഐ ലവ് യു. കഷ്ടം. ഇനി അവിടുത്തെ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഞാൻ എന്ത് ചെയ്യും? അല്ലേ, നമ്മുടെ ഐ വി ശശി ഇപ്പൊ പടങ്ങളൊന്നും ചെയ്യുന്നില്ല പിള്ളേ. അറിഞ്ഞില്ലേ? മമ്മൂട്ടിയെ വെച്ച് അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോലെ. എന്തൊരു മമ്മൂട്ടിയെ വെച്ച് പഴയ അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോണെന്നാ? അടിപൊളി പടമായിരിക്കും. പറയാനുണ്ടോ? നമ്മുടെ ലാലേട്ടന്റെ പുതിയ പടങ്ങളൊന്നും ഇറങ്ങിയില്ലേ? ലാലേട്ടന്റെ അലിബായി ഇറങ്ങിയതല്ലേ? അതിനു മുമ്പ് ഹലോ ഇറങ്ങിയായിരുന്നു. നമ്മുടെ ദിവ്യാണി കുഞ്ഞുണ്ടായി. മഞ്ജുവാരുടെ കല്യാണം കഴിഞ്ഞു. അത് കുറെ കാലായില്ലേ. നമ്മുടെ ദിലീപില്ലേ അവിടെ കെട്ടിയോ? അമ്മേ, അപ്പൊ വിചാരിച്ച പോലെ അല്ലല്ലോ. വരട്ടെ. ഓക്കെ മാതാജി, പോയിട്ട് വരാം. എല്ലാവരോടും പറഞ്ഞു, വൈശാലിയോട് പറയുന്നില്ലേ?
പറയുന്നില്ല. എന്തേ? നാളെ വൈശാലി എന്റെ കൂടെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസാ? അല്ലെങ്കിൽ നോക്കൂ. ശുക്രിയ. നോ നോ. ശരി. ബൈ ബൈ. ബൈ. സീഡിയോ. വേഗം വാ, വണ്ടി വെയിറ്റ് ചെയ്യാം. ആ ഒന്ന് വേഗമാട്ടെ, ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമ്പോ നമ്മളൊരുപാട് ലേറ്റ് ആകും. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? ബാലക്കുമ്പോ വല്ലാത്തൊരു വിഷമം. ആ കുട്ടി വരുമെന്ന് തോന്നുന്നില്ല. വൈശാലി! വൈശാലി! ഞാൻ തിരിച്ചു പോവാ. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നീ വരുന്നോ ഇല്ലയോ? എടീ, നീ വലിയ മിസ്യൂസ് വിചാരിച്ചോ? ആ സന്യാസിമാരുടെ ഇടയിൽ കിടന്ന് എന്റെ ജീവൻ നശിച്ചു പോവുകയുള്ളൂ. ഇനി ഞാൻ വിളിക്കില്ല. വാടാ, കേറി പോവാം. അല്ലേ നിക്കട്ടെ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇനി എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, അവള് വരില്ല. എനിക്കതറിയാം. അതോ ആ കുട്ടി വന്നാലോ? ഇനി അവള് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. എനിക്ക് ഉറപ്പാ. വാ, കേറി. ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് പോവാം. വാ, ഞാൻ വണ്ടിയുടെ മോളിൽ കാണും. മോളിൽ എന്തിനാ കയറുന്നത്? അകത്ത് സ്ഥലമുണ്ടല്ലോ. അവള് വന്നില്ലോ, ഇനിയിപ്പോ എവിടെ കയറിയില്ല. നിങ്ങൾ വണ്ടി കയറി, ഞാൻ പോവാം. നിങ്ങൾ കയറും. വെറുതെ സമയങ്ങളാണ്. വരണ്ട, അവള് വലിയ സന്യാസിനിയല്ലേ, ഇവിടെ ഇങ്ങനെ തപസ് ചെയ്തോണ്ടിരിക്കട്ടെ. എനിക്കെന്താ, വണ്ടി വിടറാ. ഞാനല്ല സാർ, ഞാനല്ല. എന്റെ പേര് ഗോവിന്ദൻ എന്നാ. ഞാൻ ബാലഗോപാലല്ല. എടാ, ബാലഗോപാലനോട് ഇപ്പോൾ ഇങ്ങോട്ട് വരരുന്ന് പറയടാ. കണ്ണി കാണുന്നവരൊക്കെ പിടിച്ച് ബാലഗോപാലനാണെന്ന് പറഞ്ഞവർ തലതല്ലി പൊടിക്കുവാടാ. എന്താടാ, എന്ത് പറ്റി? ഓഫീസിൽ നിന്ന് വിളിച്ചത്. ബാലു ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്ന അപകടമാ. അയ്യോ, എന്നാ എവിടെയെങ്കിലും വീണ് പോയായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കടാ. ഹലോ, ഞാൻ തീരുമാനം മാറ്റിയടാ, നിങ്ങൾ വെക്കോ. എന്റെ പെണ്ണിനെയും കൊണ്ടല്ല ഞാൻ നാട്ടിലേക്കില്ല. എന്റെ പേര് ഗോവിന്ദൻ എന്നാ സാർ. ഞാൻ ബാലഗോ हेलो एप्पल, यह क्या कर रहे हो? जब से तुझे देखा है नींद नहीं आती. चल